നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് പത്രികാ സമർപ്പണം പൂർത്തിയായി. മത്സരരംഗത്ത് 290 പേർ. ഏറ്റവും കൂടുതൽ പേർ തിരുവനന്തപുരത്തും, കുറവ് ആലത്തൂർ മണ്ഡലത്തിലും. വെള്ളിയാഴ്ച സൂക്ഷ്മ പരിശോധന. ചൂണ്ടൽ പാടശേഖരത്തിൽ തീപിടുത്തം. സംഭവം കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ. കടവലൂരിൽ വീടിന് തീപിടിച്ചു. അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. ഓടിക്കൊണ്ടിരുന്ന കണ്ടെയ്നർ ലോറിയുടെ ടയറുകൾ ഊരിത്തെറിച്ച അപകടം. ടയറുകൾ വന്നിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ദേശീയപാതയോരത്തെ ഫാസ്ടാഗ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന കുന്നംകുളം സ്വദേശി പുലിക്കോട്ടിൽ കാക്കുണ്ണിയുടെ മകൻ 44 വയസ്സുള്ള ഹെബിനാണ് മരിച്ചത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജനു ഗുരുവായൂർ അന്തരിച്ചു. വിടവാങ്ങുന്നത് ഗുരുവായൂരിന്റെ സാമൂഹ്യ, സാംസ്കാരിക, ആധ്യാത്മിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വം. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് ചിറ്റഞ്ഞൂരിലെ വീട്ടുവളപ്പിൽ. വിശദമായ വാർത്തയിലേക്ക്. പത്രികാ സമർപ്പണം പൂർത്തിയായി. ഇനി പോരു കനക്കും. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചു. വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലായി 290 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ആകെ 499 പത്രികകൾ ലഭിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പത്രിക സമർപ്പിക്കപ്പെട്ടത്, 22 എണ്ണം. 20 പത്രികകൾ ലഭിച്ച പൊന്നാനിയാണ് തൊട്ടുപിന്നിൽ. ഏറ്റവും കുറവ് ആലത്തൂരാണ്. ആകെ 8 പത്രികകൾ മാത്രമേ ഇവിടെ നൽകിയിട്ടുള്ളൂ. വെള്ളിയാഴ്ചയാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 8-നാണ് പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന ദിവസം. അത് കഴിയുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാകും. രാജ്യത്ത് 7 ഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിൽ 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുന്ന കേരളത്തിൽ ഏപ്രിൽ 26-നാണ് പോളിംഗ്. ജൂൺ 4-ന് വോട്ടെണ്ണൽ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിൽ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ മുമ്പാകെയാണ് 4 സെറ്റ് പത്രിക സമർപ്പിച്ചത്. TN പ്രതാപൻ MP, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, തേറമ്പിൽ രാമകൃഷ്ണൻ, തോമസ് ഉണ്ണിയാടൻ, CA റഷീദ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. രാവിലെ 11:30 പടിഞ്ഞാറേക്കോട്ടയിൽ K കരുണാകരന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം കാൽനടയായി പ്രവർത്തകർക്കൊപ്പം കളക്ടറേറ്റിൽ എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. TN പ്രതാപൻ MPയാണ് K മുരളീധരന് കെട്ടിവെക്കാനുള്ള തുക നൽകിയത്. നിലവിൽ കോൺഗ്രസ് MPമാരിൽ മത്സരിക്കാത്ത ഏക MPയാണ് TN പ്രതാപൻ. ഹൈക്കമാൻഡുമായുള്ള ചർച്ചയിൽ തൃശൂരിൽ K മുരളീധരന്റെ പേര് നിർദ്ദേശിച്ചതും TN പ്രതാപനായിരുന്നു. അതുകൊണ്ടുതന്നെ നാമനിർദ്ദേശ പത്രികയിലെ 4 സെറ്റിൽ ആദ്യത്തെ പത്രികയിലെ നിർദ്ദേശകനായതും TN പ്രതാപനായിരുന്നു. MP എന്ന നിലയിലുള്ള ഈ മാസത്തെ തന്റെ ശമ്പളത്തിൽ നിന്നുമാണ് പിൻഗാമിയായെത്തിയ K മുരളീധരന് കെട്ടിവെക്കാനുള്ള പണം നൽകിയത്. നേതാക്കളായ MP വിൻസെന്റ്, TV ചന്ദ്രമോഹൻ, O അബ്ദുറഹ്മാൻകുട്ടി, CH റഷീദ്, CA റഷീദ്, KR ഗിരിജൻ, ജോൺസൺ കാഞ്ഞിരത്തിങ്കൽ, PM ഏലിയാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ പ്രകടനമായി കളക്ടറേറ്റിലേക്ക് എത്തിയത്. CCTV ന്യൂസ്, കേച്ചേരി. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമാണ് വരണാധികാരി VR കൃഷ്ണതേജ മുൻപാകെ സുരേഷ് ഗോപി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അയ്യന്തോളിലെ സൈനിക സ്മാരകമായ അമർ ജവാനിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രകടനമായാണ് പ്രവർത്തകർക്കൊപ്പം സുരേഷ് ഗോപി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. 100 കണക്കിന് പ്രവർത്തകരും നേതാക്കളും റോഡ് ഷോയിൽ പങ്കെടുത്തു. കളക്ടറേറ്റിലെ ജീവനക്കാരടക്കം സുരേഷ് ഗോപിയെ കാണാനെത്തിയത് തിക്കും തിരക്കിനിടയാക്കി. BJP നേതാക്കളായ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, A നാഗേഷ്, മുതിർന്ന നേതാവ് KV ശ്രീധരൻ മാസ്റ്റർ, BDJS ജില്ലാ പ്രസിഡന്റ് അതുല്യ ഘോഷ് എന്നിവർ സുരേഷ് ഗോപിയെ അനുഗമിച്ചു. ബാർ അസോസിയേഷനിലും അഡ്വക്കേറ്റ്സ് ക്ലർക്ക് അസോസിയേഷൻ ഹാളിലും സന്ദർശനം നടത്തിയാണ് സുരേഷ് ഗോപി മടങ്ങിയത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാലക്കാട് കളക്ടറേറ്റ് ഓഫീസിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് C ബിജുവിന് കാലത്ത് 11:12-നാണ് പത്രിക സമർപ്പിച്ചത്. പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ, KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, മുൻ DCC പ്രസിഡന്റ് A വിജയരാഘവൻ, മുസ്ലിം ലീഗ് നേതാവും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറുമായ അമീർ എന്നിവരും പത്രികാ സമർപ്പണത്തിന് സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു.
പാലക്കാട് DCC ഓഫീസിൽ നിന്ന് നൂറുകണക്കിന് UDF പ്രവർത്തകരോടൊപ്പം പ്രകടനമായാണ് സ്ഥാനാർത്ഥി കളക്ടറേറ്റിൽ എത്തിയത്. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഇന്ത്യയുടെ മുഖമല്ല ഇന്നുള്ളതെന്നും ആ സത്യം മനസ്സിലാക്കി നഷ്ടപ്പെട്ട ഇന്ത്യൻ ജനാധിപത്യവും മതേതരത്വവും തിരികെ കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിയുടെ ശ്രമങ്ങൾക്ക് ആലത്തൂർ ജനത പിന്തുണ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് രമ്യ ഹരിദാസ് പ്രതികരിച്ചു. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പാർട്ടിയും മുന്നണിയും ആലത്തൂരിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ വോട്ടർമാരുടെയും അമ്മമാരുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ വലിയ പ്രാർത്ഥനയോടുകൂടി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ഒരു വലിയ പിന്തുണ തന്നെയാണ് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ കരുത്തും. ആത്മവിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് ധൈര്യസമേതം പറയുവാൻ സാധിക്കും. ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ എൻ്റെ കുടുംബാംഗങ്ങളായിരിക്കുന്ന കഴിഞ്ഞ 5 വർഷക്കാലം അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായ ഒരു സഹോദരിയായിക്കൊണ്ടും വലിയ പിന്തുണയോട് കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രവർത്തകർക്കൊപ്പം പ്രകടനമായെത്തിയാണ് പത്രിക നൽകിയത്. പാലക്കാട് കളക്ടറേറ്റ് ഓഫീസിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് C. ബിജു ഏറ്റുവാങ്ങി. 3 സെറ്റ് പത്രികയാണ് നൽകിയത്. BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് KE ഹരിദാസ് തുടങ്ങിയ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. മാറി മാറി മുന്നണികൾ ആലത്തൂരിനെ പ്രതിനിധീകരിച്ചെങ്കിലും വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെന്നും മോദിയുടെ ഗ്യാരണ്ടിക്ക് പുറമെ സരസുവിന്റെ ഗ്യാരണ്ടിയും നാടിനായി നൽകുന്നതായും സ്ഥാനാർത്ഥി പറഞ്ഞു. ിൽ നിന്നുകൊണ്ട് ഈ ആലത്തൂർ മണ്ഡലത്തിന് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞാൻ ചെയ്തിരിക്കുമെന്നുള്ളതാണ്. കാരണം അദ്ദേഹം വിശ്വസ്തയോടുകൂടി എന്നെ അറിഞ്ഞിട്ട് അദ്ദേഹം തന്നെ സെലക്ട് ചെയ്ത ഒരു കാൻഡിഡേറ്റാണ് ഞാൻ. അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടതാണ്, എനിക്ക് വിശ്വാസമുണ്ട് എന്നുള്ളത്. ഏത് കാര്യത്തിനും എല്ലാ കാര്യത്തിനും ആലത്തൂർ മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിന് എല്ലാ കാര്യങ്ങളും അദ്ദേഹം എനിക്ക് ചെയ്തു തരുമെന്ന് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. ഇതുവരെയുള്ള ആലത്തൂരായിരിക്കില്ല. കാരണം വെച്ചാൽ ഞാൻ അപ്പോൾ ഈ പരാതികൾക്കൊക്കെ ഇത്രയും കാലം അവസരം കിട്ടിയിട്ടുള്ള 2 പാർട്ടിയുടെ ആൾക്കാർ എന്താണ് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ഒന്നും ഉണ്ടാവതില്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനായിട്ടാണ് മോദിജിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടിയിൽ സരസു ഒരു ഗ്യാരണ്ടി തരും. അപ്പോൾ ഈ സിദ്ധാർത്ഥൻ്റെ മരണം, അതേപോലെ എനിക്ക് തന്ന കുഴിമാടം, എൻ്റെ കുഴിമാടത്തിൽ നിന്ന് എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആളാണ് മോദിജി. അപ്പോൾ ഇവർക്കെല്ലാവർക്കും വേണ്ടി ഇതിനൊരു പരിഹാരം കൂടെ കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നേമത്ത് SDPI പിന്തുണയിൽ വിജയിച്ച CPIM-ന് SDPI UDF-ന് നൽകിയ പിന്തുണയെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണുള്ളതെന്ന് K. മുരളീധരൻ. മുരളി മന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പാകുമ്പോൾ പലരും പിന്തുണ പ്രഖ്യാപിക്കും. നേമത്ത് SDPI പിന്തുണയിൽ ജയിച്ച ശിവൻകുട്ടിയുടെ പാർട്ടിക്ക് ഇത് പറയാൻ എന്താണ് യോഗ്യത? ശിവൻകുട്ടിക്ക് പിന്തുണ നൽകിയെന്ന കാര്യം SDPI പരസ്യമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ വോട്ട് വേണ്ടെന്ന് ആരും പറയില്ല. തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ആരുടെ വോട്ടും വേണ്ടെന്ന് താൻ പറയില്ല. അല്ല, ആരൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്? അതിലിപ്പോൾ SDPI എന്ന് പറയുമ്പോൾ അത് പറയാൻ CPM-ന് എന്താ യോഗ്യത? ഞാൻ പറയാം, നേമത്ത് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടിന് മുമ്പേ SDPI പറഞ്ഞല്ലോ ഞങ്ങൾ ശിവൻകുട്ടീനെയാണ് സഹായിച്ചത്. അപ്പോൾ അവർ ഓരോ ഇലക്ഷനിലും ഓരോരുത്തരെ സഹായിക്കാറുണ്ട്. ഇത്തവണ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. അതിന് അത്ര വലിയ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാൻ പറയാം, വോട്ടർ പട്ടികയിൽ പേരുള്ള സഹായിക്കുന്ന ആരെയും വോട്ട് വേണ്ടെന്ന് ആരും പറയില്ല. ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആൾക്കാർ വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. SDPI-യുടെ എന്നല്ല, വോട്ടർ പട്ടികയിൽ പേരുള്ള ആരോ വോട്ടും ആവാം. തൃശൂരിൽ 100% വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. കരുവന്നൂർ വിഷയം ED സജീവമാകുന്നത് ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. വലിയ നടപടികളിലേക്ക് ED കടക്കില്ല. EDയുടെ ലക്ഷ്യം മോദിക്ക് 1-2 പേരെ കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക് അയക്കുക എന്നതാണ്. ആ ലക്ഷ്യമാണ് നോട്ടീസിന് പുറകിലുള്ളത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമല്ലെങ്കിൽ നേരത്തെ തന്നെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതല്ലേ എന്ന് മുരളീധരൻ ചോദിച്ചു. അല്ല, ED ഇപ്പം സജീവമാവുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുക. ഇത് ഡീൽ ഉറപ്പിക്കാനുള്ള EDയുടെ നോട്ടീസാണ്. കാരണം അത്ര വലിയൊരു ആക്ഷനിലേക്കൊന്നും ED പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ EDയുടെ ലക്ഷ്യം മോഡിക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് 1-2 പേരെ അയക്കുക. ആ ലക്ഷ്യമാണ് ഈ നോട്ടീസിൻ്റെ പുറകിൽ. അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ശക്തമായിട്ടുള്ള നടപടി ED സ്വീകരിക്കേണ്ടതല്ലേ? ED എന്താ സ്വീകരിക്കാൻ? ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു. ബാങ്കിൽ നിന്ന് കട്ടെടുത്തവർക്ക് പേടിയുണ്ടാകും. പുറത്തു കാണിക്കുന്ന പേടിയൊന്നും അകത്തുണ്ടാകില്ല.
ഡീൽ എന്താണെന്ന് അവർക്കറിയാം. ഡീലിന്റെ ഭാഗമായാണ് പിണറായി CPM ഓഫീസിൽ വന്ന് ആരും പേടിക്കേണ്ടെന്ന് പറഞ്ഞത്. CPM BJP ഡീൽ വഴി ലക്ഷ്യം വെക്കുന്നത് തിരുവനന്തപുരവും തൃശൂരുമാണ്. ഇതിൽ കോൺഗ്രസിന് തെല്ലും ഭയമില്ല. ഇത്തരം ഡീൽ കണ്ടുതന്നെയാണ് താൻ മത്സരത്തിന് ഇറങ്ങിയതെന്നും കെ മുരളീധരൻ പറഞ്ഞു. അല്ല, അത് അവർ കട്ട ആൾക്കാർക്ക് പേടിയുണ്ടാവും. പക്ഷേ അങ്ങനെ പേടിയുന്നവർക്ക് പുറത്ത് കാണിക്കുന്ന പേടിയുന്നവർക്ക് അകത്തില്ല. കാരണം ഡീൽ എന്താണെന്ന് അവർക്കറിയാം. അതിനാണല്ലോ പിണറായി CPM ഓഫീസിൽ വന്ന് ആരും പേടിക്കേണ്ട, ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ കാരണം. CCTV ന്യൂസ്, കേച്ചേരി. ആലത്തൂർ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ കടവല്ലൂർ പഞ്ചായത്തിലെ രണ്ടാംഘട്ട പര്യടനം ഒറ്റപ്പിലാവ് സെന്ററിൽ നിന്നും ആരംഭിച്ചു. സ്ഥാനാർത്ഥിയെ മണ്ഡലം UDF ചെയർമാൻ ഫൈസൽ കാഞ്ഞിരപ്പള്ളി, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാർ, OICC ഭാരവാഹികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഒറ്റപ്പിലാവ് ജുമാ മസ്ജിദിലെ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്ത സ്ഥാനാർത്ഥി മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന AP മുഹമ്മദ് അലിയുടെ വീട്ടിലും സന്ദർശനം നടത്തി. തുടർന്ന് പുതിയഞ്ചേരിക്കാവ്, പെരുമ്പിലാവ്, കരിക്കാട്, കോട്ടോൽ, കടവല്ലൂർ, കല്ലുംപുറം എന്നിവിടങ്ങളിലെത്തി ജനങ്ങളെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം വിശ്രമിക്കുന്ന പ്രാദേശിക കോൺഗ്രസ് നേതാക്കളായ ഉണ്ണിമടയിൽ, വിചിത്രൻ എന്നിവരുടെ വീടുകളും സന്ദർശിച്ചു. ഒക്കെ വലിയ പ്രയാസത്തിലാണ്. അങ്ങനെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ നാടിനെ ഏറ്റവും മനോഹരമായിരിക്കുന്ന പദ്ധതികൾ തയ്യാറാക്കി, ക്ഷേമ പദ്ധതികൾ തയ്യാറാക്കി, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും സാധാരണക്കാരന് നൽകിയതുപോലെ ഭാവിയിൽ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലെത്തുമ്പോൾ അതിന് ഇന്ത്യ മുന്നണി നേതൃത്വം കൊടുക്കുമ്പോൾ ആലത്തൂര് പാർലമെന്റ് മണ്ഡലം കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം, ഇന്ത്യ മുന്നണിയോടൊപ്പം, രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന്റെ വലിയ പോരാട്ടത്തിലാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയും ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ തുടർന്നുള്ള. കുന്നംകുളം നിയോജകമണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ജയസിംഗ് കൃഷ്ണൻ, UDF കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മുൻ കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണലൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർക്കുമുള്ള ഒന്നാംഘട്ട പരിശീലനം ഗുരുവായൂരിൽ നടന്നു. ടൗൺഹാളിൽ നടന്ന പരിശീലന പരിപാടിയിൽ മാസ്റ്റർ ട്രെയിനർമാരായ KP മോഹൻദാസ്, PV ഫൈസൽ, PK സുജൻ എന്നിവർ നേതൃത്വം നൽകി. മണലൂർ മണ്ഡലം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും LSGD ജോയിന്റ് ഡയറക്ടറുമായ PM ഷെഫീഖ്, LSGD സീനിയർ സൂപ്രണ്ട് N ചന്ദ്രശേഖരൻ, P രാജൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 450 പേർക്കാണ് ആദ്യഘട്ട പരിശീലനം നൽകിയത്. രണ്ടാംഘട്ട പരിശീലനം പോസ്റ്റിംഗ് ഓർഡർ നൽകിയതിനു ശേഷം നടക്കും. മറ്റു വാർത്തകളിലേക്ക്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് സ്വദേശിയെ കാപ്പ നിയമപ്രകാരം ജയിലിൽ അടച്ചു. പെരുമ്പിലാവ് സ്വദേശി കൊമ്പത്തയിൽ വീട്ടിൽ 33 വയസ്സുള്ള റൌഷാദിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കാപ്പ നിയമപ്രകാരം ജയിലിൽ അടച്ചു. 6 മാസത്തേക്കാണ് പ്രതി ജയിലിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. കുന്നംകുളം പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ കൃഷ്ണതേജയാണ് പ്രതിക്ക് 6 മാസം ശിക്ഷ നൽകിക്കൊണ്ടുള്ള കാപ്പ നിയമപ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ വിയൂർ സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ UK ഷാജഹാൻ, ഇൻസ്പെക്ടർ ജിഷിൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിൻ പോൾ, മനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കടവല്ലൂരിൽ വീടിന് തീപിടിച്ചു. ആലങ്ങോട് പറമ്പിൽ അമ്മിണി പാപ്പിഞ്ചുവിന്റെ വീടിനാണ് തീപിടിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു അഗ്നിബാധ. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ സമീപത്തുണ്ടായിരുന്ന വിറകിലേക്ക് തീ പടരുകയായിരുന്നു. ആർക്കും പരിക്കില്ല. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളത്തു നിന്നെത്തിയ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ചൂണ്ടൽ പാടശേഖരത്തിൽ തീപിടുത്തം. കുന്നംകുളം അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് പാടശേഖരത്തിൽ അഗ്നിബാധയുണ്ടായത്. പാടത്തിന്റെ മധ്യഭാഗത്തായി തീ ആളിപ്പടരുന്നത് കണ്ടതോടെ തൃശൂർ റോഡ് വഴി പോയിരുന്ന വാഹനയാത്രികർ കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. അഗ്നിസുരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും തീ പടരുന്ന ഭാഗത്തേക്ക് വാഹനമെത്തിക്കാൻ കഴിയാത്തത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. ഏറെ നേരത്തെ പ്രയത്നത്തിനൊടുവിൽ വാഹനം പാടത്തേക്കിറക്കി ഉദ്യോഗസ്ഥർ തീയണയ്ക്കുകയായിരുന്നു. അഗ്നിരക്ഷാസേന സീനിയർ ഉദ്യോഗസ്ഥൻ നിക്സൺ പോൾ, ഉദ്യോഗസ്ഥരായ ആദർശ്, ടോണി ജോസ്, ശ്യാം, ഗോഡ്സൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനാ സംഘമാണ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീയണച്ചത്. വിവരമറിഞ്ഞ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജോസ്, സിവിൽ പോലീസ് ഓഫീസർ രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. ദേശീയപാത നടത്തറയിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിയുടെ ടയർ ഊരിത്തെറിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ദേശീയപാതയോരത്തെ ഫാസ്ടാഗ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന കുന്നംകുളം സ്വദേശി
പുലിക്കോട്ടിൽ കാക്കുണ്ണിയുടെ മകൻ 44 വയസ്സുള്ള ഹെബിനാണ് മരിച്ചത്. കോയമ്പത്തൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയുടെ ടയറാണ് ഊരിത്തെറിച്ചത്. ദേശീയപാത നടത്തറയിൽ ഹമാര ഹോട്ടലിന് സമീപം വ്യാഴാഴ്ച വൈകിട്ട് 3 മണിയോടെയായിരുന്നു സംഭവം. ലോറിയിൽ നിന്നും ഊരിത്തെറിച്ച ടയർ റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന ഫാസ്ടാഗിന്റെ താൽക്കാലിക കൗണ്ടറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഹെബിനെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂരിലെ മാധ്യമപ്രവർത്തന രംഗത്ത് 4 പതിറ്റാണ്ടിലേറെ കാലം നിറഞ്ഞുനിന്ന ജനു ഗുരുവായൂർ ഓർമ്മയായി. ഗുരുവായൂരപ്പ ഭക്തി എഴുത്തിലൂടെ ഭക്തഹൃദയങ്ങളിലെത്തിച്ച ശ്രദ്ധേയനായ വ്യക്തിത്വമാണ് വിടവാങ്ങിയത്. മാതൃഭൂമിയുടെ ഗുരുവായൂർ ലേഖകനായി ആധ്യാത്മിക പത്രപ്രവർത്തക ശൈലിക്ക് തുടക്കം കുറിച്ച മാധ്യമപ്രവർത്തകനാണ് അന്തരിച്ച കെ ജനാർദ്ദനൻ എന്ന ജനു ഗുരുവായൂർ. ഗുരുവായൂരപ്പനെ കണ്ണനായി വർണ്ണിച്ച് കണ്ണന്റെ ഭക്തിയെ ജനഹൃദയങ്ങളിലെത്തിക്കുന്ന ക്ഷേത്രവാർത്തകളായിരുന്നു ജനു ഗുരുവായൂരിന്റെ പ്രത്യേകത. ഗുരുവായൂർ ക്ഷേത്രത്തെ പ്രശസ്തിയിലേക്ക് എത്തിക്കുന്നതിൽ ജനു ഗുരുവായൂരിന്റെ വാർത്തകൾ പ്രധാന പങ്കുവഹിച്ചു. 1985 ഗുരുവായൂരപ്പന്റെ തിരുവാഭരണങ്ങൾ നഷ്ടപ്പെട്ടത് പുറം ലോകത്തെ അറിയിച്ചതോടെയാണ് ജനു ഗുരുവായൂർ ശ്രദ്ധിക്കപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഗ്നിബാധയടക്കമുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സമഗ്രമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ മേൽശാന്തിമാരെ ഇന്റർവ്യൂ ചെയ്ത് വാർത്ത കൊടുക്കാനുള്ള ഭാഗ്യവും ഇദ്ദേഹത്തിന് സ്വന്തമാണ്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രിമാർ, രാഷ്ട്രപതിമാർ, ഗവർണർമാർ, കേന്ദ്രമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരെ അടുത്തുകണ്ട് വാർത്തകൾ നൽകുന്നതിനും സാധിച്ചു. കഴിഞ്ഞ ജനുവരി 30 അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനത്തിന്റെ 4 പതിറ്റാണ്ടുകാലത്തെ പ്രവർത്തനത്തിന് പൗരാവലി ജനു ഗുരുവായൂരിനെ ആദരിച്ചിരുന്നു. മാധ്യമപ്രവർത്തന രംഗത്ത് മാത്രമല്ല, ഗുരുവായൂരിലെ ആധ്യാത്മിക സാംസ്കാരിക സദസ്സുകളിലും നിറസാന്നിധ്യമായിരുന്നു. കുട്ടിക്കാലത്ത് കേരള ഗാന്ധി കേളപ്പജിയുമായുണ്ടായിരുന്ന ആത്മബന്ധം ജനുവിനെ തികഞ്ഞ ഗാന്ധിയനാക്കി മാറ്റി. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സ്മരണ നിലനിർത്താൻ വർഷം തോറും നടത്തിവരാറുള്ള അനുസ്മരണ ചടങ്ങിന്റെ നേതൃസ്ഥാനത്തും ജനുവേട്ടനുണ്ടായിരുന്നു. നിരവധി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനകളുടെ ആദരം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചു. ജനു ഗുരുവായൂരിന്റെ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനെത്തി. ഉച്ചതിരിഞ്ഞ് ഗുരുവായൂരിലെ തറവാട്ടുവളപ്പിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനു വെച്ചു. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ, മനോരമ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഉണ്ണി കെ വാരിയർ, NK അക്ബർ MLA, മുൻ MLAമാരായ PT കുഞ്ഞുമുഹമ്മദ്, KV അബ്ദുൽ ഖാദർ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു. 4 പതിറ്റാണ്ട് നീണ്ട കാലഘട്ടത്തിലെ ഗുരുവായൂരിന്റെ അറിവിനെയാണ് ജനു ഗുരുവായൂരിന്റെ വിയോഗത്തോടെ നഷ്ടമായത്. CCTV ന്യൂസ്, ഗുരുവായൂർ. മാതൃഭൂമി ഗുരുവായൂർ ലേഖകൻ ജനു ഗുരുവായൂരിന്റെ നിര്യാണത്തിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അനുശോചിച്ചു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും തികഞ്ഞ സഹകരണം പുലർത്തിയ അദ്ദേഹത്തിന്റെ വേർപാട് ആധ്യാത്മിക മാധ്യമ പ്രവർത്തന മേഖലയ്ക്ക് കനത്ത നഷ്ടമാണെന്നും ചെയർമാൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. നിയന്ത്രണം വിട്ട സ്കൂട്ടർ ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറി അപകടം. സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്കേറ്റു. ചൂണ്ടൽ സെന്ററിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ ഡിവൈഡറിൽ ഇടിച്ചുകയറിയ അപകടത്തിൽ സാരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ അബോധാവസ്ഥയിലാണ്. കുന്നംകുളത്ത് നിന്നും കേച്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടത്. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ 108 ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൂണ്ടൽ സെന്ററിൽ സ്ഥാപിച്ച അശാസ്ത്രീയ ഡിവൈഡർ രാത്രികാലങ്ങളിൽ വാഹനയാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടാൻ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്തതാണ് സ്ഥിരമായുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. നിരവധി തട്ടിപ്പ് കേസുകളിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മങ്ങാട് തെരുപ്പറമ്പിൽ വീട്ടിൽ 46 വയസ്സുള്ള സുഭാഷ് കുമാറിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ജിഷിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ ചെക്ക് കേസുകളും പണം തട്ടിയ കേസുകളുമുണ്ട്. കുന്നംകുളം സ്റ്റേഷനിൽ മാത്രം 3ഓളം തട്ടിപ്പ് കേസുകളാണ് പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്തത്. കുന്നംകുളം കോടതി പ്രതിക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഇതിനിടെയാണ് മറ്റൊരു തട്ടിപ്പ് കേസിൽ എറണാകുളം NIA കോടതി പ്രതിക്ക് ശിക്ഷ വിധിച്ചതോടെ പ്രതി ഒളിവിൽ പോയി. പ്രതി മുങ്ങിയതോടെ എറണാകുളം NA കോടതി പ്രതിക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയായിരുന്നു. തുടർന്ന് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. സിവിൽ പോലീസ് ഓഫീസർമാരായ റിജിൻ ദാസ്, ജയേഷ്, രതീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്.
അറസ്റ്റ് ചെയ്ത പ്രതിയെ എറണാകുളം NIA കോടതിയിൽ ഹാജരാക്കി. ഉപ്പുങ്ങൽ വടക്കേപ്പടവ് കോൾകൃഷി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം നടത്തി. പാലായിക്കൽ കടവ് അഷ്റഫിന്റെ പാടശേഖരത്തിൽ നടത്തിയ കൊയ്ത്തുത്സവം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അഷിത, പുന്നൂർകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, ADA മനോജ്, കൃഷി ഓഫീസർ അനഘ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കേപ്പടവ് കമ്മിറ്റിക്ക് കീഴിലെ 172.5 ഏക്കർ പാടശേഖരങ്ങളിൽ ഉമാവിത്താണ് ഈ വർഷം കൃഷിക്കായി ഉപയോഗിച്ചത്. ഈ മാസം 20-ാം തീയതിയോടുകൂടി പൂർണ്ണമായും കൊയ്ത്ത് നടത്താൻ കഴിയുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. തീർച്ചയായും നമ്മുടെ ഈ മേഖലയിൽ കാർഷിക മേഖല നല്ല തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ പടവ് കമ്മിറ്റി നല്ലോണം ശ്രമിച്ചിട്ടുണ്ട്. കൃഷിക്ക് പുറമെ നെൽകൃഷിക്ക് പുറമെ മറ്റു പദ്ധതികൾ കൂടി അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടി കുറിച്ച് നിങ്ങൾ ആലോചിക്കണം കൂടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാവുക സപ്പോർട്ടൊക്കെ നെല്ല് ഇങ്ങനെയൊരു ഉദ്ഘാടനത്തിന് ഇവിടെ സന്നിഹിതരായ പഞ്ചായത്ത് ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് MLAക്കും നന്ദി പ്രകാശിക്കുന്നു. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ സമാപിച്ചു. ഇടവക മധ്യസ്ഥൻ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും 106ാമത് സംയുക്ത ഊട്ടുതിരുനാളാണ് 3 ദിവസങ്ങളിലായി ആഘോഷിച്ചത്. ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് സമാപനമായത്. ഫാദർ ജിയോ ആലപ്പാട്ടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് പ്രദക്ഷിണം ആരംഭിച്ചത്. വെള്ളക്കുതിരയുടെ പുറത്ത് പുണ്യാളനെ എഴുന്നള്ളിച്ചത് ഇത്തവണത്തെ പ്രദക്ഷിണത്തെ വ്യത്യസ്തമാക്കി. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയിൽ മുത്തുകുടകൾ ചൂടിയും പുണ്യാളന്റെ പതാകയേന്തിയും വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ അണിചേർന്നു. വിവിധ മതസ്ഥരായ 8000-ലധികം പേർ നേർച്ചകൂട്ടിൽ പങ്കെടുത്തു. ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ, കൺവീനർ CD ജോസഫ്, ജോയിന്റ് കൺവീനർ ബേബി കാവീട്ടിൽ, കൈക്കാരന്മാരായ വർഗീസ് നിലങ്കാവിൽ, PV ബാബു, AT ജോസഫ്, പബ്ലിസിറ്റി കൺവീനർ വിപിൻ വിൻസെന്റ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് എരുമപ്പെട്ടി. MES തൃശൂർ ജില്ലാ കമ്മിറ്റിയും ചാവക്കാട് താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി ഇഫ്താർ സംഗമവും സെമിനാറും നടത്തി. ഒരുമനൂർ കാരയിൽ പ്ലാസയിൽ വെച്ച് നടന്ന സംഗമം ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. MES സംസ്ഥാന സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി. ഖുറാൻ ഹാഫിളായ മുഹമ്മദ് ഇമ്രാൻ റംജുവിനെയും കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ മുഹമ്മദ് ആദിലിനെയും ആദരിച്ചു. ആൽഫ പാലിയേറ്റീവ്, സാന്ത്വനം പാലിയേറ്റീവ്, സ്വപ്നക്കൂട് എന്നീ ചാരിറ്റി സംഘടനകൾക്ക് ഈദ് പുതുവസ്ത്രങ്ങൾ നൽകി. MES ജില്ലാ സെക്രട്ടറി സമീർ, CH റഷീദ്, സലീം അറക്കൽ, PH സിയാഹുദ്ദീൻ, AT ഇബ്രാഹിംകുട്ടി, KM മുഹമ്മദ്, KM അബ്ദുൾ ജമാൽ, ജമാലുദ്ദീൻ പെരുമ്പടി എന്നിവർ സംസാരിച്ചു. ദേശീയപാതയിലെ മന്ദലാംകുന്നിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് PWD റോഡ് അടച്ചുപൂട്ടിയത് ധിക്കാരമെന്ന് സർവകക്ഷി കൂട്ടായ്മ. സമരരംഗത്തുള്ള മുഴുവൻ പേരും ധർണയിലായിരിക്കുന്ന സമയം ഉപയോഗപ്പെടുത്തിയാണ് റോഡ് അടച്ചുപൂട്ടിയത്. ഇതിനു മുമ്പ് 2 തവണ അടച്ചുപൂട്ടാൻ ശ്രമിച്ചതും നിർമ്മാണം നടത്തിയതുമെല്ലാം അർദ്ധരാത്രിയിലായിരുന്നു. നടക്കാത്ത നിർമ്മാണം നടത്തി എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ദേശീയപാത അതോറിറ്റി കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് സാധൂകരിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് സർവകക്ഷി കൂട്ടായ്മ ആരോപിക്കുന്നു. ദേശീയപാതയിലെ മന്ദലാംകുന്ന് അടിപ്പാതയുമായി ബന്ധപ്പെട്ട് നടന്നുവരുന്ന സമരങ്ങളുടെ ഭാഗമായി സർവകക്ഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ റോഡ് അടച്ചുപൂട്ടിയിട്ടുള്ളത്. വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നൽകിയിട്ടുള്ള കേസിൽ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ ഇവിടെ ബിറ്റുമിൻ വർക്ക് ഒഴികെ ബാക്കി എല്ലാ വർക്കും നടന്നു കഴിഞ്ഞുവെന്ന് കള്ളവാദം കൊടുത്തിരിക്കുകയാണ്. അതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ സമരം നടക്കുന്ന സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ അടച്ചുപൂട്ടൽ നടപടി ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കൂടെ ഉയരുകയാണ്. ഇവിടെ മന്ദലാംകുന്നിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന് കോടതിയിൽ നടക്കുന്ന കേസ് തീരുമാനം വരുന്നതുവരെ ഈ നടപടികൾ നിർത്തിവെക്കണമെന്ന് സർവകക്ഷി കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ബദൽ യാത്രാ സംവിധാനം ഒരുക്കാതെ നിലവിലെ റോഡുകൾ അടച്ചുപൂട്ടരുതെന്നിരിക്കെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ധിക്കാരമാണെന്നും ഇതുവഴി പോകുന്ന ബസ്സുകൾക്ക് തിരിഞ്ഞു പോകാൻ കഴിയാതെ തിരിച്ചു പോകേണ്ട സ്ഥിതിയും വലിയ ഗതാഗത കുരുക്കുമാണ് ഉള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇത് കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് സർവകക്ഷി കൂട്ടായ്മ ഭാരവാഹികളായ ചെയർമാൻ PK ഹസൻ, കൺവീനർ PA നസീർ, പുന്നൂർ പഞ്ചായത്ത് മെമ്പർ അസീസ് മന്ദലാംകുന്ന്, AM അലാവുദ്ദീൻ, V സലാം, യഹിയ മന്ദലാംകുന്ന്, M കമാൽ എന്നിവർ അറിയിച്ചു. CCTV ന്യൂസ് പുന്നൂർകുളം.
തലക്കോട്ടുകര ഇടവകയിലെ ഞാലിക്കര സെന്റ് തോമസ് കപ്പേളയിലെ വിശുദ്ധ തോമസ് ലീഹായുടെയും പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 ലതീഞ്ഞ്, നോവേന എന്നിവയെ തുടർന്ന് തിരുനാൾ കൊടിയേറ്റവും ശേഷം ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മവും നടക്കും. തിരുകർമ്മങ്ങൾക്ക് തലക്കോട്ടുകര പള്ളി വികാരി ഫാദർ ഷിൻഡോ പാറയിൽ കാർമ്മികത്വം വഹിക്കും. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് തലക്കോട്ടുകര പള്ളി വികാരിയുടെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും തുടർന്ന് നേർച്ച പായസ വിതരണവും ഉണ്ടാകും. ശേഷം ക്രിസ്തുരാജ്, സെന്റ് മാർട്ടിൻ യൂണിറ്റുകളിൽ നിന്നുള്ള കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറും. ഞായറാഴ്ച വൈകിട്ട് 6:30 ലതീഞ്ഞ്, നോവേന, വൈകിട്ട് 7 മുതൽ 10 വരെ ന്യൂ ഫ്രണ്ട്സ് ഇരിങ്ങാവൂരിന്റെ ബാൻഡ് വാദ്യവും തുടർന്ന് ഫാൻസി വെടികെട്ടും അരങ്ങേറും. കിഡ്നി രോഗികൾക്ക് ആശ്വാസം നൽകാൻ വേലൂർ പുറുമാലിൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സൗജന്യ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയതായി സ്ഥാപിച്ച ഓഫീസ് ബിൽഡിംഗിന്റെയും ഡയാലിസിസ് സെന്ററിന്റെയും ഉദ്ഘാടനം ഏപ്രിൽ 10 ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തുടക്കത്തിൽ 10 മെഷീനുകൾ സ്ഥാപിച്ച് ദിവസവും 2 ഘട്ടങ്ങളിലായി 40 രോഗികൾക്കാണ് ഡയാലിസിസ് നടത്തുക. വേലൂർ പഞ്ചായത്തിലുള്ളവർക്കാണ് മുൻഗണന. വേലൂർ പഞ്ചായത്തിന്റെയും എരുമപ്പെട്ടി പ്രസ് ക്ലബിന്റെയും സഹകരണത്തോടെ വേലൂരിലെയും പരിസര പഞ്ചായത്തുകളിലെയും വാർഡുകൾ കേന്ദ്രീകരിച്ച് വൃക്കരോഗം മുൻകൂട്ടി കണ്ടെത്തുന്നതിനായി മുഴുവൻ ആളുകളെയും പരിശോധന നടത്തും. ഇതിന്റെ ഭാഗമായി നൽകുന്ന കാർഡുകൾ ലഭിച്ചവർക്കായിരിക്കും ഡയാലിസിസിന് മുൻഗണന നൽകുക. അമല ഹോസ്പിറ്റലാണ് നമ്മുടെ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡയാലിസിസ് യൂണിറ്റിൻ്റെ ലീഡ്. അവരാണിത് നടത്തുന്നത്. അപ്പോൾ പേഷ്യൻസ് അമല ഹോസ്പിറ്റലിൽ ചെന്ന് രജിസ്റ്റർ ചെയ്ത് അവിടുത്തെ ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്ന പേഷ്യൻസിനാണ് നമ്മളിവിടെ ഡയാലിസിസ് ചെയ്യുക. അവിടുത്തെ സ്റ്റാഫാണ് ഈ ഡയാലിസിസ് യൂണിറ്റിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കിപ്പോൾ ഒരു 10 ഡയാലിസിസ് മെഷീനാണ് ഇപ്പോൾ അവിടെ പ്രവർത്തനം തുടങ്ങാൻ പോകുന്നത്. ഫർദർ നമ്മളിതിൻ്റെ മുകളിൽ ഒരു 10 മെഷീൻ കൂടെ നമ്മൾ തുടങ്ങാം. അപ്പോൾ 20 മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഷിഫ്റ്റ് നമ്മൾ നടത്തുമ്പോൾ ഒരു 20-40 പേഷ്യൻസിന് നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊക്കെ ഫ്രീ ഡയാലിസിസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫ്രീ ഡയാലിസിന് ഈക്വലൻ്റ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ ഈ രോഗികൾക്ക് വേണ്ടി നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക. പൈസയല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈസയല്ല, നമുക്ക് സമൂഹത്തിനോട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് ഏത് രൂപത്തിൽ ചെയ്യാൻ പറ്റും. അതിപ്പോൾ മാധ്യമപ്രവർത്തകളെ രീതിയിൽ ഏത് രൂപത്തിലും ചെയ്യാം. നിങ്ങൾ സഹകരിക്കുന്നതിൻ്റെ വലിയൊരു കാര്യമായിരിക്കും. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു മാസം 4000 രൂപ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം പഞ്ചായത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് മാസം 4000 രൂപ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടും പോരാത്ത ഒരു സ്ഥിതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ചെലവുകൾ ഈ കിഡ്നി ഫൗണ്ടേഷനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പൂർണ്ണമായും സൗജന്യമായിട്ട് നമുക്ക് ഈ ഡയാലിസിസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഉദ്ഘാടനം ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ നിർവഹിക്കും. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ അധ്യക്ഷത വഹിക്കും. പത്മശ്രീ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, ഡോക്ടർ മാത്യു ജേക്കബ്, ഡോക്ടർ ജോർജ് പി അബ്രഹാം, ഡോക്ടർ ആൻഡ്രൂ സി ജോസഫ്, ഡോക്ടർ മാത്യു ജേക്കബ്, ഡോക്ടർ അബി അബ്രഹാം എന്നിവർ മുഖ്യാതിഥികളാകും. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഫൗണ്ടർ ട്രസ്റ്റി പി കെ ചെറിയാൻ, കോ ഫൗണ്ടർ ആൻഡ് വൈസ് ചെയർമാൻ ജി മോഹനചന്ദ്രൻ എന്നിവരെയും കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം സൗജന്യമായി നൽകിയ ഷൈജു ആന്റണി ലോനപ്പനെയും ഡയാലിസിസ് സെന്ററിന്റെ സ്പോൺസർമാരായ ജോണി, ഫ്ലവർ ജോണി ദമ്പതിമാരെയും ചടങ്ങിൽ ആദരിക്കും. കിഡ്നി ക്യാൻസർ രോഗികൾക്ക് 5000 രൂപയുടെ ധനസഹായവും ചടങ്ങിൽ നൽകും. കുറുമാൽ പള്ളിക്ക് സമീപമുള്ള ഡയാലിസിസ് സെന്ററിനോട് ചേർന്ന ഉല്ലാസത്തിനും വ്യായാമത്തിനും വേണ്ടി പാർക്ക് നിർമ്മിക്കും. ഇവിടെ എത്തുന്നവർക്ക് സൗജന്യമായി ചപ്പാത്തിയും ദാൽക്കറിയും നൽകും. നല്ല ആഹാരം കഴിക്കുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്തിൽ വ്യാപകമായി പച്ചക്കറി കൃഷികൾ ആരംഭിക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, ഡയറക്ടർ ജനറൽ സാൻജോ നമ്പാടൻ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ചാവക്കാട് ഏരിയ കുടുംബസംഗമം ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ AKG സദനത്തിൽ നടന്ന സംഗമത്തിൽ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം S സോമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി TB ദയാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി M ജയപ്രകാശ്, CITU ഗുരുവായൂർ കോർഡിനേഷൻ കൺവീനർ ജെയിംസ് ആളൂർ, MT മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ചികിത്സാ ധനസഹായ വിതരണവും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവകയിൽപ്പെട്ട അംഗത്തിന്റെ കല്ലറ പൊളിച്ചു മാറ്റിയതായി പരാതി. 2017 ജൂലൈയിൽ മരണമടഞ്ഞ കൊരട്ടിക്കര സ്വദേശി ചെറുവത്തൂർ ജോൺസന്റെ കല്ലറയാണ് കഴിഞ്ഞ ദിവസം പൊളിച്ചു മാറ്റിയ നിലയിൽ കണ്ടത്.
കഴിഞ്ഞ ദിവസം ഇടവകയിൽ ഒരംഗം മരണപ്പെട്ടതിനെ തുടർന്ന് സംസ്കാര ചടങ്ങിനായി സെമിത്തേരിയിലേക്ക് വന്ന മകൻ ജോബി പിതാവിന്റെ കല്ലറയിൽ പ്രാർത്ഥിക്കാനായി എത്തിയപ്പോഴാണ് അവിടെ തരിശു സ്ഥലമായി കിടക്കുന്നതായി കണ്ടതെന്ന് പറയുന്നു. കല്ലറയ്ക്ക് സമീപം വലിയ മാലിന്യം നിക്ഷേപിക്കുന്ന കുഴിയെടുത്ത നിലയിലാണെന്നും കാണിച്ച് ചാലിശ്ശേരി പോലീസിൽ ജോബി പരാതി നൽകി. 2020 പരേതന്റെ കല്ലറയിലെ കുരിശെടുത്തു മാറ്റിയതായി പരാതി ഉണ്ടായിരുന്നു. ഇതിനെതിരെ ഭാര്യ നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടുണ്ട്. കല്ലറയോടുള്ള അനാദരവിനും മനുഷ്യാവകാശ ലംഘനത്തിനുമെതിരെ അധികൃതരുടെ ഭാഗത്തുനിന്ന് തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി. 2018 പരേതന്റെ മക്കൾ കുടുംബ കല്ലറയ്ക്കായി വാങ്ങിയ സ്ഥലമാണിതെന്നും പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ 2 വർഷമായി യാക്കോബായ വിശ്വാസികൾക്ക് പൂർവികരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിയാത്ത വിധം സെമിത്തേരി ഇരുമ്പ് ഗേറ്റ് കെട്ടി പൂട്ടിട്ട് കല്ലറകളിലേക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണെന്നും മറ്റ് ഇടവകാംഗങ്ങളുടെ സംസ്കാര ചടങ്ങിനിടെയാണ് യാക്കോബായ വിശ്വാസികൾ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. സർക്കാർ നടപ്പാക്കിയ സെമിത്തേരി ബിൽ പ്രകാരം തർക്കത്തിലുള്ള 58 പള്ളികളിലും വിശ്വാസികൾ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുന്നതിന് തടസ്സമില്ല. ചാലിശ്ശേരിയിൽ മാത്രമാണ് കല്ലറ കമ്പിവേലി കെട്ടി ഗേറ്റ് പൂട്ടി തടസ്സം സൃഷ്ടിക്കുന്നതെന്നും പരാതിയുണ്ട്. സർക്കാർ കൊണ്ടുവന്ന സെമിത്തേരി ആക്ട് 2020 അനുശാസിക്കുന്ന പരിരക്ഷ അധികാരികളിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് 2500ഓളം വരുന്ന മേഖലയിലെ യാക്കോബായ വിശ്വാസികൾ. CCTV ന്യൂസ് പെരുമ്പിലാവ്. ചാവക്കാട് കോഴിക്കുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. പുലർച്ചെ 5 മണിക്ക് ഗണപതി ഹോമത്തോടുകൂടി തുടങ്ങിയ വിശേഷാൽ പൂജകൾക്ക് ദണ്ടുമഠം ശ്രീപതി എമ്പ്രാന്തിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശ്രീഭദ്ര വനിതാ സംഘത്തിന്റെ പൂത്താലവും ദൈവിക നൃത്തവും വൈലി കൂട്ടായ്മ കമ്മിറ്റിയുടെ കരിങ്കാളിക്കൂട്ടവും HMC കൂട്ടായ്മയുടെ തമ്പോലവും ഉണ്ടായിരുന്നു. വൈകിട്ട് 7 മണിക്ക് അക്ഷയ ഫ്രണ്ട്ഷിപ്പ് ഒരുക്കിയ ഒരുമനയൂർ നിറവിന്റെ നാടൻപാട്ടും നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ ചക്കണ്ട ബിനോജ്, അജി കാളിക്കത്ത്, അനിൽ പെരുങ്ങാടൻ, AK സത്യൻ, അറുമുഖൻ താഴുങ്ക, ജനാർദ്ദനൻ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനം ഏപ്രിൽ 14 പുലർച്ചെ 2:42 മുതൽ 3:42 വരെ നടക്കും. സുഗമമായ വിഷുക്കണി ദർശനത്തിനായി ദേവസ്വം ഏർപ്പെടുത്തുന്ന ക്രമീകരണങ്ങളോടും ദേവസ്വം ഉദ്യോഗസ്ഥരുമായും പോലീസ് ഉദ്യോഗസ്ഥരുമായും ഭക്തജനങ്ങൾ സർവാത്മന സഹകരിക്കണമെന്ന് ദേവസ്വം അറിയിച്ചു. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണ് അന്യസംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റു. ഉത്തർപ്രദേശ് സ്വദേശി കാസിമിനാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. പരിക്കേറ്റ കാസിമിനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആർത്താറ്റ് മാർത്തോമ തീർത്ഥകേന്ദ്രത്തിൽ പുതുഞായർ തിരുനാൾ ഏപ്രിൽ 5, 6, 7, 8 തീയതികളിലായി ആഘോഷിക്കും. വിശുദ്ധ തോമാസ് ലീഹായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളാണ് ആഘോഷിക്കുന്നത്. വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് പെരുന്നാൾ ആഘോഷം. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 വിശുദ്ധ കുർബാന, ലിദീഞ്ഞ്, നൊവേന എന്നിവ നടക്കും. ചെമ്മണ്ണൂർ പള്ളി വികാരി ഫാദർ ഫെബിൻ കുത്തൂർ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടക്കും. 5, 6, 7, 8 തീയതികളിൽ 5-ാം തീയതി വൈകിട്ട് 5:30 കുർബാനയ്ക്ക് ശേഷം സ്വിച്ച് ഓൺ കർമ്മമാണ് ദീപാലങ്കാരത്തിൻ്റെ. 6-ാം തീയതി വൈകിട്ട് 5:30 കുർബാനയോട് കൂടിയിട്ട് കൂട് തുറക്കൽ. 7-ാം തീയതിയാണ് തിരുനാൾ ദിനം. രാവിലെ 10 മണിക്കാണ് കുർബാന. അതിനുശേഷം പ്രദക്ഷിണം. ശനിയാഴ്ച വൈകിട്ട് 5:30 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, രൂപം എഴുന്നള്ളിച്ചുവെക്കൽ, പ്രസ്തേന്തി വാഴ്ച എന്നിവയ്ക്ക് പാലയൂർ ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡേവിസ് കണ്ണമ്പുഴ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ഗ്രേസ് ബാൻഡ് സ്റ്റേജ് ഷോ അരങ്ങേറും. തിരുനാൾ ദിനമായ ഞായറാഴ്ച നേർച്ച ഊട്ട്, 10:30 തിരുനാൾ പാട്ടുകുർബാന, പ്രദക്ഷിണം, അമ്പ്, വള എഴുന്നള്ളിപ്പ്, ബാൻഡ് വാദ്യ മത്സരവും നടക്കും. 10:30 തേര് മത്സരം, വർണ്ണമഴ എന്നിവയും അരങ്ങേറും. തിരുനാൾ കുർബാനയ്ക്ക് ആർച്ച് ബിഷപ്പ് ഹൌസ് ഫാദർ സാജൻ വടക്കൻ കാർമ്മികത്വം വഹിക്കും. ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ട്വിങ്കിൾ വാഴപ്പള്ളി സഹകാർമ്മികത്വം വഹിക്കും. തിങ്കളാഴ്ച രാവിലെ 6:30 മരിച്ചവർക്കു വേണ്ടിയുള്ള തിരുകർമ്മങ്ങൾ നടക്കും. വൈകിട്ട് കൊച്ചിൻ തരംഗ് ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ, കൈക്കാരൻ ജോഷി നീലങ്കാവിൽ, ജനറൽ കൺവീനർ ഷാജു വാഴപ്പള്ളി, പ്രസിഡന്റ് കൺവീനർ പീറ്റർ ചെമ്മണ്ണൂർ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. മുണ്ടത്തിക്കോട് സ്നേഹക്കൂടാരത്തിലെ 20 വിദ്യാർത്ഥിനികളുടെ കഥകളി ചൊല്ലിയാട്ടം അരങ്ങേറ്റം ഭക്തി നിർഭരമായി. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലായിരുന്നു അരങ്ങേറ്റം. ഗുരു കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലായിരുന്നു പഠനം. ഏപ്രിൽ 21 മുതൽ ദശദിന ശില്പശാല DVLP സ്കൂളിൽ വെച്ച് നടക്കും. സുധി പന്തയ്ക്കൽ, രഞ്ജിത്ത് കളരിക്കൽ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്.
നാടകങ്ങളുടെ ഹൃദയത്തുടിപ്പുകളായ നാടകക്കളരിയെ അനുസ്മരിപ്പിക്കുന്ന അഭിനയ പരിശീലനത്തിന് വേലൂരിൽ നാളെ തുടക്കമാകും. ഏപ്രിൽ 5 മുതൽ 9 തീയതി വരെ വേലൂർ ഹൈസ്കൂൾ അങ്കണത്തിലാണ് നാടക അഭിനയ പരിശീലന കളരി നടക്കുന്നത്. നാടകത്തെ അടുത്തറിയുന്ന, സ്നേഹിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അഭിനയ പരിശീലന കളരി നടത്തുന്നത്. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിനോടനുബന്ധിച്ച് തുടർച്ചയായി 7ാം വർഷമാണ് പരിശീലന കളരി സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ പ്രമുഖ നാടക പ്രവർത്തകരാണ് നേതൃത്വം നൽകുന്നത്. 5 ദിവസം നീണ്ടുനിൽക്കുന്ന കളരിയിൽ നിരവധി പ്രമുഖർ ക്ലാസുകൾ നയിക്കും. ആടിയും പാടിയും അഭിനയിച്ചും അരങ്ങിനെ തിരിച്ചറിയുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം. വേലൂരിലെ നാടകപ്രേമികളുടെ കൂട്ടായ്മയാണ് നാടകോത്സവത്തിനോടൊപ്പം അഭിനയ പരിശീലന കളരി എന്ന പദ്ധതിക്ക് രൂപം നൽകിയത്. വേലൂർ ഗവൺമെന്റ് രാജാ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ 9 തീയതി വരെയാണ് കളരി. പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധൻ രഘുനാഥൻ സാവത്രെ ഉദ്ഘാടനം ചെയ്യും. അഭിനയ പരിശീലന കളരി ചെയർപേഴ്സൺ PC പങ്കജം ടീച്ചർ അധ്യക്ഷത വഹിക്കും. അഭിഷേക് രംഗപ്രഭാത്, ശ്രീഹരി S, വൈശാഖ് കൃഷ്ണ എന്നിവർ ക്യാമ്പ് നയിക്കും. ഗ്രാമകം നാടകോത്സവം ഏപ്രിൽ 5 വെള്ളിയാഴ്ച മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലായാണ് നടക്കുന്നത്. CCTV ന്യൂസ്, വേലൂർ. മന്ദലാംകുന്ന് പ്രദേശത്തെ ഖത്തർ പ്രവാസികളുടെ കൂട്ടായ്മയായ മന്ദലാംകുന്ന് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഖത്തർ റൊട്ടാന റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് VG ലാൽമോൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ സൗഹൃദവേദി പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ മുഖ്യാതിഥിയായി റമദാൻ സന്ദേശം കൈമാറി. തുടർന്ന് സംഘടനയുടെ കീഴിൽ കഴിഞ്ഞ 2 വർഷമായി നടന്നുവരുന്ന പ്രദേശത്തെ നിർധനരായ കുടുംബങ്ങളെ സഹായിക്കുന്ന സാന്ത്വനം പദ്ധതിയുടെ 3ാം ഘട്ട ഫണ്ട് സമാഹരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. സംഘടനാ രക്ഷാധികാരികളായ കാസിം കരുത്തക്ക, മുജീബ് കിഴക്കൂട്ട്, ഹുസൈൻ പണിക്ക വീട്ടിൽ എന്നിവർ സംസാരിച്ചു. സംഘടനാ സെക്രട്ടറി PK മുഹമ്മദ് യൂസഫ് സ്വാഗതവും ട്രഷറർ ഇർഫാൻ നന്ദിയും പറഞ്ഞു. UAE-യിലെ കുന്നംകുളം NRI ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ മീറ്റ് നടത്തി. ദുബായ് അൽ ഗുസൈസ് ബിൻ ഷെബീബ് മാളിലാണ് നോമ്പുതുറ സംഘടിപ്പിച്ചത്. മെമ്പർമാരും കുടുംബങ്ങളും സ്പോൺസർമാരും ഉൾപ്പെടെ 400-ൽ പരം അതിഥികൾ പങ്കെടുത്തു. രമേശ് മാധവൻ, ഷെറിൻ സയ്യിദ് മുഹമ്മദ്, ടോണി ജോസ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6445 രൂപ, പവന് 51,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 83 രൂപ. ചരമം മറ്റം സർവീസ് സഹകരണ ബാങ്ക് മുൻ ജീവനക്കാരനും ഡയറക്ടർ ബോർഡ് അംഗവും കണ്ടാണശ്ശേരി കോൺഗ്രസ് മണ്ഡലം മുൻ പ്രസിഡന്റുമായ ചിറമൽ വാറു കുര്യാക്കോസ് നിര്യാതനായി 72 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ബ്രഹ്മകുളം സെന്റ് തെരേസസ് GHS മുൻ അധ്യാപിക ഫിലോമിനയാണ് ഭാര്യ. ഫിൻസി, ഷെൻസി എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് അറക്കൽ വാക്കുളത്തിങ്കൽ അബ്ദുൾ റഹ്മാൻ നിര്യാതനായി 68 വയസ്സായിരുന്നു. ലൈല ഭാര്യയും റിയാസ്, റഹീമ, റാഷിദ് എന്നിവർ മക്കളുമാണ്. ഖബറടക്കം പെരുമ്പിലാവ് സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. കാട്ടകമ്പൽ രാമപുരം കണ്ടംപുള്ളി തങ്കപ്പൻ മകൻ സുരേഷ് നിര്യാതനായി 37 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പ്രീബി ഭാര്യയും സൂര്യനന്ദൻ, ശിവകാർത്തിക് എന്നിവർ മക്കളുമാണ്. പെരുമ്പിലാവ് ആൽത്തറ ചപ്പങ്കാട്ടിൽ കുഞ്ഞിപ്പ നിര്യാതനായി 87 വയസ്സായിരുന്നു. പെരുമ്പിലാവ് സെൻട്രൽ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തി. ആയിഷ ഭാര്യയും അബൂബക്കർ, ആമിന, അബ്ദുൾ റഹ്മാൻ എന്നിവർ മക്കളുമാണ്. ആളൂർ കോട്ടയിൽ ഉണ്ണി ഭാര്യ സുനന്ദ നിര്യാതയായി 88 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9:30 വീട്ടുവളപ്പിൽ നടക്കും. പരേതയായ ഭാരതി, ഭാനുമതി, വാസന്തി, സോമൻ, ശശി, മല്ലിക എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി പൊറത്തൂർ തോമസിന്റെ മകൻ റിട്ടയർഡ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉദ്യോഗസ്ഥൻ വിൻസെന്റ് നിര്യാതനായി 68 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 8:45 എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടക്കും. ജിൽഷ ഭാര്യയും വിൽജോ, അനു എന്നിവർ മക്കളുമാണ്. ചെമ്മതിട്ട തേർമഠം തോമസ് ഭാര്യ ത്രേസ്യ നിര്യാതയായി സംസ്കാരം നടത്തി.
ചെമ്മന്തിട്ട ചുള്ളിക്കാട്ടിൽ രാമൻകുട്ടി നായർ നിര്യാതനായി 80 വയസ്സായിരുന്നു. പരേതയായ ചന്ദ്രിക ഭാര്യയാണ്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. മണികണ്ഠൻ, മഞ്ജു എന്നിവർ മക്കളാണ്. മറ്റം തിരുവത്ര കൊണ്ടാശ്ശേരി കുട്ടപ്പൻ മകൻ ചന്ദ്രൻ നിര്യാതനായി 72 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് എളവള്ളി ശ്മശാനത്തിൽ. പരേതയായ ഷീല ഭാര്യയും ജിലേഷ്, ജിത്തു എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് പത്രികാ സമർപ്പണം പൂർത്തിയായി. മത്സരരംഗത്ത് 290 പേർ. ഏറ്റവും കൂടുതൽ പേർ തിരുവനന്തപുരത്തും, കുറവ് ആലത്തൂർ മണ്ഡലത്തിലും. വെള്ളിയാഴ്ച സൂക്ഷ്മ പരിശോധന. ചൂണ്ടൽ പാടശേഖരത്തിൽ തീപിടുത്തം. സംഭവം കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ. കടവലൂരിൽ വീടിന് തീപിടിച്ചു. അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. ഓടിക്കൊണ്ടിരുന്ന കണ്ടെയ്നർ ലോറിയുടെ ടയറുകൾ ഊരിത്തെറിച്ച അപകടം. ടയറുകൾ വന്നിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ദേശീയപാതയോരത്തെ ഫാസ്ടാഗ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന കുന്നംകുളം സ്വദേശി പുലിക്കോട്ടിൽ കാക്കുണ്ണിയുടെ മകൻ 44 വയസ്സുള്ള ഹെബിനാണ് മരിച്ചത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജനു ഗുരുവായൂർ അന്തരിച്ചു. വിടവാങ്ങുന്നത് ഗുരുവായൂരിന്റെ സാമൂഹ്യ, സാംസ്കാരിക, ആധ്യാത്മിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വം. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് ചിറ്റഞ്ഞൂരിലെ വീട്ടുവളപ്പിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.